ആറ്റുകാൽ പൊങ്കാലയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും വലിയ ഉത്സവമാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആ പൊങ്കാല ആഘോഷിക്കുന്നത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാവരും സഹകരിക്കുന്ന ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മോടൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ചേരുന്നു. എന്താണ് ഈ ആറ്റുകാൽ പൊങ്കാല സംബന്ധിച്ച ഓർമ്മകൾ എന്തൊക്കെയാണ്? ചെറുപ്പകാലം തൊട്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ഓർക്കുകയാണെങ്കിൽ അതൊരു അവധി ദിവസത്തിന്റെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അവധിയായിരിക്കുമ്പം വൈകിട്ടാകുമ്പം ഇതുവഴിയൊക്കെ ഒന്ന് പോകുമ്പോൾ ഇവിടുത്തെ എല്ലാം നമുക്ക് ക്ലീൻ ഡെപ്പായിട്ട് ജനിച്ചു വളർന്നു എന്നാണ് നേരത്തെ പറഞ്ഞു കേട്ടത് അല്ലേ? ജനിച്ചു വളർന്നത്. അതുപോലെ ചെറുപ്പം തൊട്ടേ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്സവമാണ്. നമുക്ക് ഓണം ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വൈകിട്ടൊക്കെ ഇതുവഴി പോകുമ്പോൾ ഉള്ള കണ്ട ഓർമ്മയാണ്. പുതുപ്പള്ളി ഹൗസ് ജഗതിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പം ഇവിടെ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഭാഗമായി ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഈ സഹായങ്ങൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ ഹെൽപ്പ്, എന്തെങ്കിലും മെഡിക്കൽ നീഡ് ഉണ്ടോ, അങ്ങനത്തെ ഒരു ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായി ഇവിടെ എത്തിയതാണ്. അങ്ങനെ അതിന്റെ ഇതിലാണ് ഇവിടെ ഈ പരിപാടിക്ക് വന്നത്. നേരത്തെ ഈ ഭാഗത്തൊക്കെ പൊങ്കാല കുറവല്ലായിരുന്നു, പണ്ടൊക്കെ ഇവിടെ ക്ഷേത്രത്തിനടുത്തൊക്കെ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എണ്ണം കൂടി പണ്ടത്തേനെക്കാട്ടി ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരുപാട് വിട്ട് ആളുകൾ ഇരുന്ന് പൊങ്കാല ഇടുന്നുണ്ട്. പണ്ടൊരു കുറച്ചുകൂടെ ക്ലോസ്ഡ് ഉള്ള സ്ഥലങ്ങളിലേ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഏത് ഭാഗത്ത് ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയൊക്കെ വിട്ട് ഒരുപാട് പോയാലും ഒരുപാട് പൊങ്കാല കലങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലൊക്കെ വലിയ തർക്കങ്ങൾ, കേരളം വേറെ എന്തൊക്കെയാണ്, കേരള സ്റ്റോറിയൊക്കെ വലിയ വിവാദമാവുന്നുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ ശരിക്കും ഒരു സന്ദേശമല്ലേ ഈ പൊങ്കാല? സത്യമായി നേരത്തെ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഓണം എന്താണ് ലോകത്തിന്റെ മുമ്പിൽ കാട്ടുന്നത്? മലയാളികൾ ഓണം കൊണ്ട് കാട്ടുന്നത് മതസൗഹാർദ്ദമാണ്. ഒരിക്കലും നാം അവിടെ ഒരു ജാതി മതഭേദം ഇനിയാണ് ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ലോകത്തിന്റെ മുമ്പിൽ തന്നെ വലിയൊരു മാതൃകയാണ്. ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും വലിയൊരു മതസമ്മേളനമാണ്, സ്ത്രീകളുടെ മതസമ്മേളനമാണ് പൊങ്കാല. അത് കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഈ ഒരു കൂട്ടായ്മ തന്നെ, ഈ വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ അവരൊരു സ്നേഹത്തിന്റെ, അന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്ന് ഒരു ദിവസം ഇങ്ങനെ ആറ്റുകാൽ ദേവിയുടെ മുമ്പിൽ പൊങ്കാല ഇട്ട് പോകുന്നു. ഇവിടെ നമ്മളൊരു ഇതുവരെ ഈ ഇത്രയും കാലം അത്രയും നമ്മൾ പൊങ്കാല ഇട്ടിട്ട് ഇവിടെ ഒരു വഴക്കോ ഒരു കലാപോ അങ്ങനത്തെ എന്തെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് നാം ലോകത്തിന് കൊടുക്കുന്ന, പൊങ്കാലയിലൂടെ ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു മാതൃക. ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. ഏറ്റവും വലിയ മാതൃകയാണ് നാം കാണിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടതും. നാളെ നമ്മുടെ സമൂഹത്തിന്, ഇന്നും നാളെയും നമുക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാവുന്നതും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാവുന്നതുമായ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന ചോദ്യമൊക്കെ അപ്രസക്തം എനിക്കറിയാം. കാരണം ജനിച്ചപ്പോൾ മുതൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ ഒരു പ്രായം തൊട്ട് രാഷ്ട്രീയം കണ്ടും കേട്ടുമൊക്കെ വളർന്നവരാണ്, എപ്പോഴും രാഷ്ട്രീയത്തിലുള്ളവരാണ്. എങ്കിലും ഇപ്പോൾ ചില ചർച്ചകളും പേരുകളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കാവുന്നത്? ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അതൊക്കെ ഇന്നും ന്യൂസായി നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ഏതായാലും ഈ ന്യൂസിനപ്പുറത്തേക്ക് എല്ലാം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത തവണ ജനപ്രതിനിധി നിലയിൽ ഈ പൊങ്കാലയുടെ ക്രമീകരണങ്ങൾക്കൊക്കെ വരാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഉണ്ടാവുമല്ലോ അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വാർത്തകൾ മാത്രമായി നിലനിൽക്കുകയാണ്. അതാണ് പ്രതികരണം. ഏതായാലും ആറ്റുകാൽ പൊങ്കാല എല്ലാവരുടെയും ഉത്സവമാണ്. അതിന്റെ ഭാഗമായാണ് അവരും ഇവിടെ ഈ പൊങ്കാല ചടങ്ങുകളുടെ ഭാഗമാകാൻ എത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.